സ്മൂത്തായിട്ടാ പോണേ, സ്മൂത്തായിട്ട്. എന്താണ്? ഓ വീണതാ. ഓ പ്രൊട്ടക്ഷൻ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ്. 790 ഇതേ ബാബുവേട്ടൻ്റെ കരിഷ്മയും അത് കൂടാണ്ട് നമ്മൾ ആശാനെയും കണ്ട് അവിടെ നിന്ന് ഒരു റൈഡ് പോകാനുള്ള ഒരു പരിപാടിയാണ്. സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്, വലിയ സെറ്റപ്പൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ആശാനെ ഇപ്പോഴാണ് കാണുന്നത്. സോ പോവാം. ടൈം ഈസ് ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞു. നമ്മൾ ഇന്ന് നൈസ് റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്, അതിലാണ് പിടിക്കാൻ പോണത്. ആ കുട്ടപ്പനായിരിക്കുന്ന വണ്ടി കണ്ട എന്താ അല്ലേ, 10-20 വർഷം കഴിഞ്ഞ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ ഫുൾ റീസ്റ്റോർ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ബാബുവേട്ടൻ. നല്ല തണുപ്പെന്ന് വെച്ചാൽ കൈയൊക്കെ മരവിച്ചു പോയിട്ടാ, അത്രയ്ക്ക് തണുപ്പുണ്ട്. സാറ്റർഡേ മോർണിംഗ് ആണ്. ഇവിടെ കുറേ സൂപ്പർ ബൈക്സ് അപ്പുറത്തെ വഴി പോകണ കാണാം, അല്ലെങ്കിൽ ഇന്ന് റോട്ടിൽ കൂടെ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും, കുറേ സൂപ്പർ ബൈക്സ് കാണാൻ പറ്റും. ഇവിടെ സൂപ്പർ കാർസൊക്കെ കാണാൻ പറ്റിയ വേറെ സ്ഥലമാണ്. അതായത് ഓരോ വണ്ടികൾ തീരുമാനിച്ച, അതായത് വണ്ടികൾക്ക് വേണ്ടിയുള്ള റോഡുകളാണ്. ഇവിടെ റൈഡ് പോകുമ്പോൾ പറയണ മാതിരി സൂപ്പർ കാർസ് പോണ വഴി പോകണോ, അതോ സൂപ്പർ ബൈക്ക് പോണ വഴി പോകണോ, അതോ നോർമൽ വഴി പോകണോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ചോയ്സസ്. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഇന്ന് ഏത് വഴിയാണ് പോകണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും നല്ല വഴിയായിരിക്കണം. ആശാൻ്റെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അതും കൂടെ നമുക്കിന്ന് കാണാം, ഓടിക്കാം. പയ്യെ സൺറൈസ് ആയി വരുന്നുള്ളൂ കേട്ടോ. സൂര്യൻ അവിടെ നിന്ന് പൊങ്ങിയിട്ടുണ്ട്, കൈയൊക്കെ മരവിച്ചിട്ടുണ്ടല്ലോ. ഇതുവഴി ഇങ്ങനെ കറങ്ങിയ ഇവിടുത്തെ റോഡിൻ്റെ ഒരു സെറ്റപ്പ് അടിപൊളിയാട്ടോ. അതായത് ഔട്ടറിലേക്കുള്ള റോഡിൻ്റെ കൺസ്ട്രക്ഷനും ബിൽഡും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത്. മീറ്റ് എവരിബഡി. ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. ഏകദേശം 100-110 രൂപ എന്താണെന്ന് ഗൈസ് കിട്ടി. ഗൈസ് അങ്ങനെ ആളെ കിട്ടിട്ടോ. ഇതാണ് ആശാൻ്റെ വണ്ടി. വലിയ ഫോഗ് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്, അത് വേറൊരു വണ്ടി കേട്ടോ. അപ്പോൾ പോവാം നമുക്ക്. നല്ല സൺറൈസ് ആയിട്ടുണ്ട്. അവിടെ മാറിക്ക്, ലോറി ലോറി. മോനെ പൊളി. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാം അല്ലേ. ആശാനെ ഹെൽമെറ്റ് ഇല്ലാണ്ടുണ്ടല്ലോ, ഹെൽമെറ്റ് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊക്കാം നമുക്ക്. അക്രയുടെ എക്സോസ്റ്റ് പൊളി. എന്താ സന്തോഷമായിരുന്നോ? ഞാൻ വെച്ച് കരയുമായിരുന്നു. എന്താ വണ്ടി. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? 18. 2027. എത്ര കിലോമീറ്ററായി? ലൈഫ് തന്നെ ലൈഫ്. അപ്പോൾ ഇതാണ് ബാബുവേട്ടൻ്റെ വണ്ടി. എനിക്കൊരു റിവ്യൂ ചെയ്യാൻ തരുമോ ബാബുവേട്ടാ? ആലോചിക്കാം. ഓക്കെ, ആലോചിക്കണം. ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് ഇത്രയും പഴയ വണ്ടി ഓടണമെങ്കിൽ അത് അതിൻ്റെ എൻജിൻ്റെ ഗുണം തന്നെയായിരിക്കും. അപ്പോൾ പുതിയ വണ്ടികളുടെ എൻജിൻ മാത്രമല്ല, ഇതുപോലത്തെ പഴയ വണ്ടികളുടെ എൻജിനും അടിപൊളിയായിട്ടും സ്മൂത്തായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാസ്ട്രോളിൻ്റെ പവർ 1 ഓയിലാണ്. ഈ ഓയിൽ ഒഴിച്ചാൽ വണ്ടിയുടെ എൻജിൻ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അത് കൂടാണ്ട് ബെറ്റർ പെർഫോമൻസും സ്മൂത്തർ ആക്സിലേഷനും ലെസ് വൈബ്രേഷനും ആയിരിക്കും നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഴയ വണ്ടികൾ പുത്തനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കാസ്ട്രോൾ പവർ 1 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്തായാലും എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ. ഓക്കെ പോവാ. ആശാനെ പിടിക്കാൻ പറ്റില്ല ഗായ്സ്. എൻ്റെ മോനെ തണുക്കണു, തണുപ്പും മഞ്ഞുണ്ട്, എല്ലാം മഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ നൈസ് റോഡ് കയറിയേക്കണേണ്. ഞാനൊന്ന് സൈലൻ്റ് ആക്കി തരാം. ഇത് ഇടാൻ പറ്റണോ? ഇല്ല. ഓക്കെ, എനിക്ക് ഇടാൻ പറ്റണം കേട്ടോ. നൈസ് റോഡ് കയറി. ആശാൻ്റെ പൊടി പോലും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ആശാനെ പോയി പിടിക്കാം. ചേസിങ് ദ 1000 XR. ഇത് എവിടെ ഇത്? ഞാൻ മറന്നുപോയി, ഞാൻ സ്ട്രീറ്റ് മോഡിലാ. ആ
സോ ഈ റോഡ് ലൈൻ എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ലോറികളും സാധനങ്ങളായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് മൈസൂരോ അങ്ങനെ എന്തോ പോകാൻ വേണ്ടിയുള്ള എന്തോ ഒരു റോഡാണ്. നല്ല ലെങ്ത്തുള്ള റോഡാണ്. മൊത്തം ഇങ്ങനത്തെ ടാറിങ് കേട്ടോ. നമ്മളിതുവഴി ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട്, കുറേ നാൾ മുന്നേ. ഓ, വണ്ടി ഭയങ്കര വ്യത്യാസം വന്നിട്ടാണ്. ഞാൻ ആ ഒരു BMCയുടെ എയർ ഫിൽറ്ററും പിന്നെ പെർഫോമൻസ് സ്പാർക്ക് പ്ലഗാണ് ഇതിലിട്ടേക്കണേ. അപ്പോൾ നല്ല പുള്ളാണ് വണ്ടി, നല്ല തെറിച്ചാണ് പോണേ. അത് പോയി. അപ്പോൾ ഇന്ന് നിങ്ങൾ ഫുൾ പൊളിയോട് പൊളിയാട്ടോ കാണാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ചുമ്മാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡാണ്. പോണ വഴി എല്ലാവരെയും കാണുന്നു, സംസാരിക്കുന്നു, വെറുതെ ഇരുന്ന് ചായ കുടിക്കുന്നു, പിന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടിക്കുന്നു. ഇത് കൊമറ്റാട്ടാ, കൊമറ്റൊക്കെ വെറുതെ പൊളിക്കണം. എത്രയല്ല, 100 ഓ ചേച്ചി മറ്റേ സ്റ്റിയറിംഗ് അള്ളി പിടിച്ചിരിക്കുക പറന്ന്. ഓ ഗ്ലൗസൊക്കെ ഇട്ട് ഓടിക്കണത്. ആശാൻ പിന്നെയും പോയി. ആശാനെ കൺമുമ്പിൽ നിന്ന് പോയാ ദൂരെ ചുമന്ന വെളിച്ചം കണ്ടോ, അതാണ് ആശാന്റെ വണ്ടി. പണ്ട് വരുമ്പോ ഇങ്ങനത്തെ വലിയ ഫ്ലാറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. മിറേ എന്തെങ്കിലും കാണിക്കോ? ഈ ഒന്നും കാണിക്കണ്ട. വെയില്. ക്രൂസ് കൺട്രോളും കൂടെ വേണം ഇതിൻ്റെ. ക്രൂസ് കൺട്രോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഈ ഒരു റോഡിൽ മെയിൻ എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് ലൈനിൽ കൂടെയാണ് ബൈക്കുകൾ പൊതുവെ പോകണം. ഇത് ലൈനല്ല ശരിക്കും, ഇതൊരു പാർക്കിംഗ് സ്പേസാണ്. ഇത് 3 ലൈൻ 2 ലൈനാണിത്. പക്ഷേ എല്ലാവരും ബൈക്കുകൾ എല്ലാം ഈ ലെഫ്റ്റ് ലൈനിൽ കൂടെയാണ് ഇവിടെ പൊതുവെ പോകുന്നത്. അതാണ് നാട്ടു നടപ്പ് കേട്ടോ. സോ നമുക്ക് അങ്ങനെ XR തന്നിട്ട് ആശാൻ പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പ്രൈം എന്നാണ് ആശാൻ വണ്ടിക്ക് പേരിട്ടേക്കണം. അപ്പോൾ കീലെസ് എൻട്രി, ഫുള്ളി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ക്വിക്ക് ഷിഫ്റ്റർ, ഇൻലൈൻ 4, അക്രമം എക്സോസ്റ്റ്, സ്റ്റോക്ക് തന്നെ. അപ്പോൾ ഓടിക്കാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. കീ പ്രസ് ചെയ്തു. മാപ്പ് ഇവിടെ ഒക്കെ. ഓക്കെ, ഡൈനാമിക് പ്രോ മോഡാണ്. മോഡ്സ് ഒന്നും ഞാൻ മാറ്റണില്ല, ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ഹായ്, നല്ല രസം ഇൻലൈൻ. ഓ എൻ്റെ പൊന്നോ, ഇവനൊരു കില്ലാടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ എന്തായാലും ഇത്രയും വലിയ വണ്ടി ഓടിക്കണം എന്നുള്ള ഫീല് പോലും ഇല്ല കേട്ടോ ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഇവിടെ നിന്ന് കയറിയിരിക്കുമ്പോൾ ചെറിയ വണ്ടിയായ കാണാൻ നല്ല സൈസ് ഉണ്ടെന്നുള്ളൂ. ഫ്രണ്ടിൽ ബ്രംബോയുടെ ബ്രേക്സൊക്കെയാണ്. ഇപ്പോൾ ഡൈനാമിക് പ്രോ മോഡെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സസ്പെൻഷനും ആ ഒരു രീതിയിലായിരിക്കും കിടക്കണത്. മോഡൊക്കെ മാറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഡൈനാമിക് റെയിൻ, റോഡ്, ഡൈനാമിക് പ്രോ. ഓക്കെ, ഡൈനാമിക് പ്രോ എങ്കിൽ പ്രോ. ആശാൻ എൻ്റെ 790 ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓ എന്ത് സ്മൂത്താണെന്നറിയാമോ ഇൻലൈൻ 4. ഞാൻ ഇൻലൈൻ 4 ഓടിച്ചിട്ട് കുറേ കാലമേ. ആ സ്മൂത്ത്നെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 790 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വേണം ടട്ടോ പൊട്ടിത്തെറിയും ബഹളമൊക്കെ ആയിരിക്കും. ഇത് വെറുതെ സ്മൂത്ത് ആസ് ബട്ടർ. ഭയങ്കര ട്രാഫിക്കാണല്ലോ. ശരി, നമ്മൾ വലിയ പൊളിയൊന്നും പൊളിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കണത്. സോ ദിസ് ഈസ് ദ M1000 XR, M സ്പോർട്ട്. M അല്ല കേട്ടോ, M സ്പോർട്ട്. അതായത് 4 വേരിയൻ്റാണുള്ളത്. M സ്പോർട്ടാണ്. M സ്പോർട്ട് ഇത് കഴിഞ്ഞിട്ടാണ് M1000. ഇതിൻ്റെ തന്നെ ഫുള്ള് കാർബൺ ഫൈബർ കിറ്റ് കയറ്റിയതും അതുകൂടാണ്ട് ഇതിൻ്റെ ട്യൂണിങ്ങും വ്യത്യാസമുണ്ട്. അത് ഓൾമോസ്റ്റ് 205 bhp അതിൻ്റെ പവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വ്യത്യാസം. ക്രൂസ് കൺട്രോൾ ഉണ്ടോ? ക്രൂസ് കൺട്രോളൊക്കെ ഉണ്ട്. വാവ്. ഇതിപ്പോൾ 165 bhp ആണ്. ഓ ഡൗൺ ഷിഫ്റ്റ് ഒത്തിരി ഹാർഡാണ്. ടോ എന്ന് പറഞ്ഞ് ഇടണം. നമുക്ക് ഫസ്റ്റ് ഗിയർ ഫുള്ളൊന്ന് വേണം നോക്കിയേക്കാം. സ്വന്തം
മൊത്തം തുപ്പലാക്കി കുടുങ്ങി. ഇത് എന്താ ഇത്? അടിവയറ്റിന്നൊരു സാധനം വന്നിട്ടാ. ദിസ് ഈസ് മാസ്മരികമായ സ്മൂത്ത് ആക്സിലറേഷൻ വിത്ത് എന്താ പറയണ്ടേ ഇതിനെപ്പറ്റി. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നല്ല പൊളിയൊക്കെ പൊളിക്കാട്ടോ, ഒന്ന് ഓടിച്ച് സെറ്റായിട്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കണം, അതുകൊണ്ട് വലിയ പൊളിയൊന്നും പൊളിക്കില്ല. അപ്പോൾ ഇതാണ് വണ്ടീനെ പറ്റി പറയാൻ പോയാൽ കുറേ പറയാനുണ്ട്. ഇതിൻ്റെ ഇലക്ട്രോണിക് സൈഡ് BMW ഈസ് ഓൾവേസ് ഫേമസ് ഫോർ ദെയർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക് സൈഡ് നോക്കാൻ പോയാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഡ്വാൻസ്ഡ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ BMW യും ഡുക്കാട്ടിയും ഭയങ്കര മുന്നിലാണ് ബാക്കി ബ്രാൻഡുകളെ വെച്ച് നോക്കുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഇലക്ട്രോണിക്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ BMW-ൻ്റെ ഈ ഒരു XR. ആൻഡ് സസ്പെൻഷൻ ഇപ്പോൾ ഡൈനാമിക് പ്രോ മോഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുൾ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യും റോഡ് കണ്ടീഷൻ വെച്ചിട്ട്. അങ്ങനത്തെ മോഡൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഇത് തന്നിട്ടാണ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യും. വണ്ടി തന്നെ നോക്കിക്കോളും. ഓ വാളല്ലേ, ഓ എന്താ സ്മൂത്ത്, എന്താ സുഖം. ഓ വൈബ്രേഷനൊക്കെ അറിയണ്ട കേട്ടോ ചെറുതായിട്ട്, ഹാൻഡിൽ ബാറിൻ്റെ അറ്റത്തൊക്കെ. ഹായ്, നല്ല ഫോൺ. ഓ ഇതാണ് ഇൻലൈൻ 4ൻ്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും അടിപൊളി കാര്യമെന്ന് വെച്ചാൽ നല്ല 60 ഗിയറിൽ നമുക്കിങ്ങനെ പയ്യെ പോയിട്ട് 790ക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. 60 ഗിയറിൽ ഇങ്ങനെ പയ്യെ പോയിട്ട് ഇങ്ങനെ കൈ കൊടുത്താൽ വണ്ടി സുഖമായിട്ട് പോകും. ഞാൻ അപ്പോഴും ഗിയർ അപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ 60 ഗിയറിൽ തന്നെ കിടക്കണം. അതായത് നമുക്ക് ആ 60 ഗിയറിലിട്ട് ഇങ്ങനെ പോവാം. മടിയന്മാർക്ക് പറ്റിയ പരിപാടിയാണ്. അതായത് ഗിയറൊന്നും മാറ്റി കളിക്കണ്ട എന്നുള്ള ആൾക്കാർക്ക് ആ ഒരു പവർ ഡെലിവറി എല്ലാം 60 ഗിയറിലായാലും അടിപൊളിയായ. സസ്പെൻഷൻ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ ഓരോ മോഡ് മാറ്റിയിടുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഡൈനാമിക് പ്രോ അല്ലേ, ഞാൻ ജസ്റ്റ് റെയിൻ മോഡിലേക്ക് ഇട്ട് നോക്കാം. റെയിൻ കണ്ട ത്രോട്ടിലൊക്കെ അപ്പം തന്നെ വ്യത്യാസം വന്നേ. ത്രോട്ടിൻ്റെ ആ റെസ്പോൺസും ഭയങ്കര ഗ്രാജുവലായിട്ട് കയറുള്ളൂ, അങ്ങനെ വലിയ പവറൊന്നുമില്ല. ശരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ ത്രോട്ടലിലും കാര്യങ്ങൾക്കൊക്കെ. 790 കിട്ടിയാലും ആശാൻ്റെ പറപ്പിച്ച് പോയി തോന്നുന്നു. ഈ വണ്ടിയിലൊക്കെ ഈസി 200 അടിക്കാട്ടോ. 200 ഒന്നും ഇതിലൊരു പ്രശ്നമല്ല. 790-ൽ 170 180 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര എന്താ കാറ്റൊക്കെ അടിച്ച് ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കണം. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് അറിയണില്ല. 150 ഒക്കെ കഴിയണ വണ്ടി അറിയണ പോലും ഇല്ല. അത്ര ഈസി ആയിട്ടും എഫേർട്ട്ലെസ് ആയിട്ടാണ് വണ്ടി കയറി പോണത്. ഇനി റെയിൻ മോഡിൽ നിന്ന് മാറ്റി നമുക്ക് റോഡിലേക്ക് വരാം. റോഡ് വന്നു. റോഡിൽ പക്ഷേ സസ്പെൻഷൻ വ്യത്യാസം ഉണ്ടോയെന്ന് നമുക്കൊന്ന് തോന്നുന്നു. നമ്മൾ ട്യൂൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സസ്പെൻഷൻ്റെ സെറ്റപ്പും നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. സസ്പെൻഷൻ്റെ സെറ്റപ്പ് മാറ്റണത് ഇവിടെയാണെന്ന് തോന്നുന്നു. കണ്ട റോഡ് ഡൈനാമിക് റോഡ് ഡൈനാമിക്കിൽ എന്താ എന്തൊക്കെയോ ഓണെന്നൊക്കെ കാണിക്കുന്നുണ്ട്, അറിയില്ല, നോക്കാം വ്യത്യാസം ഉണ്ടോയെന്ന്. ആശാനല്ലേ പോണത്. കിട്ടി ആളെ കിട്ടി. പെൻഷൻ ഇപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് ഹാർഡായ പോലത്തെ ഒരു ഫീല് ഡൈനാമിക് റോഡ് ഇട്ടാലാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം സസ്പെൻഷൻ മൊത്തത്തിൽ. ഹായ് ഷാജേട്ടൻ. കണ്ട 790 ഞാൻ പുറത്തൊന്നും ഇതുവരെ വണ്ടി കണ്ടിട്ടില്ല കേട്ടാ. പൊട്ട് സൗണ്ട് കേൾക്കാനാ. എന്താ സൗണ്ട് അല്ലേ, നല്ല രസം. വണ്ടി 150 എത്തിയിട്ടാ, അറിയണില്ല 150 എത്തിയൊന്നും. പിന്നെ ഇപ്പോൾ ഡൈനാമിക് റോഡിലിട്ടാലാണ് സസ്പെൻഷൻ കുറച്ച് എനിക്ക് സോഫ്റ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ റോഡ് ഡൈനാമിക് റോഡ് ഡൈനാമിക് റോഡിൽ സസ്പെൻഷൻ റോഡ് മോഡിൽ ഓക്കെ സസ്പെൻഷൻ റോഡ് മോഡിലിട്ടാൽ നമ്മൾ ആ പരിപാടി അതായത് കുറച്ചും കൂടെ സോഫ്റ്റർ ആവും. ഡൈനാമിക്കിലിട്ടാലാണ് കുറച്ച് ഹാർഡ് ആവണം കേട്ടോ സസ്പെൻഷൻ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രാക്ക് പൊളിച്ച് ഓടിച്ചാട്ടോ. ആ ഒരു S1000RR എഞ്ചിനും ആ ഒരു സെറ്റപ്പ് തന്നെയാണ് എനിക്ക് ഇതിലും ഫീൽ ചെയ്യണേ. പവർ അത്ര ഇല്ലയെന്നേ ഉള്ളൂ കാര്യം. ഇതിൽ വേണേൽ BMW ആ ഒരു മാപ്പ് ഇടാൻ പറ്റും കേട്ടോ. M1000RR M Sport അല്ല M1000RR മാപ്പ് വേണം നമുക്ക് ഇടാം ഇതിൽ. അപ്പോൾ അതിട്ടാൽ 202 bhp ആവും വണ്ടി. വലിയ വണ്ടിയാണെന്ന് ഓടിക്കുമ്പോൾ ഒട്ടും തോന്നില്ല കേട്ടോ, ഒട്ടും നെവർ. പൊട്ടുണ്ട് പടപടപടാന്ന്. ഇത് സ്ലിപ്പ് ഓൺ മാത്രം കേട്ടോ അക്രയുടെ എക്സോസ്റ്റ്. അതായത് നോർമൽ കാറ്റലിറ്റിക് കൺവെർട്ടർ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് സ്ലിപ്പ് ഓണിൻ്റെ ഭാഗം മാത്രമാണ് അക്രയുടെ ആ ഒരു എക്സോസ്റ്റ്. ഇപ്പോൾ ഒരു മുഴക്കം കിട്ടും. പിന്നെ ഇപ്പോൾ ഇതിൽ DB കില്ലർ വെച്ചിട്ടുണ്ട്. ആ ഡൈനാമിക് മോഡും റോഡ് മോഡും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ആ ഒരു ഡൈവൊക്കെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ പൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇലക്ട്രോണിക്സ് കൂടുമ്പോൾ ചിലവ് കൂടും എന്നാണ് പൊതുവെ പ്രമാണമല്ല, അങ്ങനെയാണ്. ഇലക്ട്രോണിക്സ് കൂടുതലുള്ള വണ്ടി ആകുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സെൻസറൊക്കെ അടിച്ച് പോയാൽ BMW അവിടെ റോട്ടി വെച്ച് ഓഫ് ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അമ്പടാ ഓഫ് റോഡർ തന്നെ. ഓ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടില്ല കേട്ടോ. ഇപ്പം ചാടിയപ്പോഴത്തേക്ക് ടക്കെന്ന് പറഞ്ഞാൽ അടി ചെറുതായിട്ടൊന്നും അരഞ്ഞായിരുന്നു. അയ്യോ ഗായ്സ് ഓപ്പൺ റോഡ്. ഞാൻ പറഞ്ഞില്ല 200 കയറണമെന്നും അറിയില്ല. 210 എത്തിന്ന് തോന്നുന്നു. 200 കയറണമെന്നും അറിയില്ല. വെറുതെ പഴം പോലെ ജഗാന്നാണ് വണ്ടി കയറി പോണേ. ഓ മൈ ഗോഡ്. ആദ്യമായിട്ടാട്ടോ ഞാനൊരു XR ഓടിക്കണേ, അതും 1000 XR. കൊള്ളാം, നല്ല ഫീല്, നല്ല രസം, സ്മൂത്ത് ആക്സിലറേഷൻ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓടിക്കാം. പയ്യെ പോയാൽ ഇത് അറിയത്ത് പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരു 200 പോയാൽ പോലും പുറത്തുനിന്ന് അങ്ങനെ അറിയത്തുമില്ല. സൗണ്ടും അങ്ങനെ വലുതായിട്ട് അറിയില്ല. എല്ലാം കൊണ്ടും വണ്ടി വെറുതെ പൊളി. അപ്പോൾ അങ്ങനെ ആശാനും ബാബുവേട്ടനും അങ്ങോട്ട് പോയിട്ടോ. നമ്മൾ ബാബുവേട്ടൻ്റെ കരിഷ്മ ഓടിക്കാൻ പോവാ. 18 വർഷം പഴക്കമുള്ള വണ്ടി. മോനെ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഏതാ സാധനം? ഫുഡൊക്കെ വളച്ച. ഓക്കെ ഫസ്റ്റ് ഇയറില്ല മോനെ. നോ ഇലക്ട്രോ. ഓക്കെ അണ്ണാ. മോനെ എന്താ സ്മൂത്ത്, എന്താ വണ്ടി. പക്ക കണ്ടീഷൻ സെറ്റ് കേട്ടാ. ആ പണ്ടത്തെ ആ ഒരു 223cc എന്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാലം കോളേജ് കാലം ഉണ്ടായിട്ടാ ഈ വണ്ടിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. 90-ലൊക്കെ സ്മൂത്ത് ക്രൂസിങ്. 90-ൽ ഒരു വിഷയമില്ല. അന്ധകാലത്തെ രാജാവെന്ന് തന്നെ വേണം പറയാം അല്ലേ. ഒരു ചരിത്രം ഉള്ള ഒരു വണ്ടിയാണ് സത്യം പറയാം. ആ കാലത്ത് 220 കരിഷ്മ എന്നൊക്കെ പറഞ്ഞ വെറുതെ മോനെ രോമാഞ്ചം കേട്ടോ. ഇതൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞ് ഓടിക്കുമ്പോഴേ അന്നൊന്നും ഓടിക്കാൻ കിട്ടിയിട്ടില്ല. കോളേജ് ടൈമിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് വണ്ടി ഉണ്ടാവും, എല്ലാവരും അതിൽ തന്നെ നിൽക്കും. 100-ലൊക്കെ സ്മൂത്തായിട്ടാട്ടോ പോണേ, സ്മൂത്തായിട്ട്. ഡിസ്ക്കാണ്, റിയർ ഡിസ്ക് ഇല്ല. ഇപ്പോൾ റിയർ ഡിസ്ക് ഇതിൽ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ബാബുവേട്ടൻ. ഇത് ഓൾമോസ്റ്റ് 58,000 കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി. 58,000 കിലോമീറ്ററും ജെനുവിൻ കിലോമീറ്ററാണ്. നമ്മൾ ഇതുവഴി മറ്റേ TVSൻ്റെ 450 വണ്ടി കണ്ടു കേട്ടോ. 450 എനിക്കൊന്ന് നോട്ടനും ഉണ്ടെന്ന് തോന്നുന്നു കൂടെ. ആ 2 വണ്ടി TVS ആണോ BMW ആണോ എന്തൊരോ സാധനം മൂടിയിട്ടിട്ട് പോയിട്ടുണ്ടായി. പക്ഷെ അത് പിന്നെ കണ്ടില്ല, വൺ സൈഡേ കണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഇതിലായിരിക്കും ഓടിക്കണേ. ഇനി നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇലക്ട്രോണിക് സിറ്റി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു റൈഡ് വ്ളോഗ് കഴിഞ്ഞു. ആശാൻ്റെ വണ്ടി ഓടിച്ചു, കരിസ്മ ഓടിച്ചു, പിന്നെ RTR നമ്മുടെ ഒപ്പം ഉള്ളത് പുള്ളിയുടെ പുതിയ വണ്ടിയാണ്. പുള്ളി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ പുള്ളിയുടെ വണ്ടി റണ്ണിന് 1000 കിലോമീറ്റർ എടുത്തിട്ടേ ഉള്ളൂ. പുള്ളി RTX കാത്തിരുന്നിട്ട് പുള്ളി പോയി RTR എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അല്ലേ. RTX കിട്ടാനില്ല എല്ലാവർക്കും.
വണ്ടി ഭയങ്കര ഡിലേ, ടോപ്പ് മോഡലും കിട്ടാനില്ല, ബേസ് വേരിയൻറ്റ് മാത്രമാണ് അവരിപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കണേ. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യാം. ഇത്രയും 18 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയല്ലേ, അത് ഇത്രയും സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കുക, അടിപൊളി. സത്യം പറയാലോ, ഇത്രയും നേരം ഞാൻ ഏകദേശം 50-55-60 കിലോമീറ്ററിന് മുകളിൽ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചു. എനിക്ക് ഒരു മടുപ്പില്ല. 100-110 ഞാൻ വന്നത്. വൈബ്രേഷൻ ആയാലും വളരെ കുറവ്, എൻജിനായാലും അത്യാവശ്യം നല്ല പവറും, ഹൈവേയിൽ 100-110 പിടിച്ചാലും വണ്ടി നല്ല ഈസി ക്രൂസിങ് ആയിട്ട് പോകുന്നുണ്ട്. വളരെ കുറവ് വൈബ്രേഷൻസാണ് ഹൈ RPM കിട്ടുന്നത്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ പുലിക്കുട്ടി ഇതേപോലെ ഓടണമെങ്കിൽ സമ്മതിക്കണം കേട്ടോ, ഒന്നും പറയാനില്ല. ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഇപ്പോഴത്തെ വണ്ടികളിൽ കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും നല്ല സുഖമായിട്ട് ഫ്ലിക്ക് ചെയ്യാം, നല്ല ബ്രേക്ക്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ആളുടെ ഗുണമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ വണ്ടി വെറുതെ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു മടുപ്പും ഒരു സാധനവും ഫീൽ ചെയ്യാനുള്ള ആ പഴയ കാർബറേറ്റർ വണ്ടി, അതേ പവർ, ആ പഴയ പവറിനൊരു ലോസ്. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ ഓടിച്ചെടുത്ത് ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ഒരു മടുപ്പോ അല്ലെങ്കിൽ സ്പീഡ് കയറുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലും ഈ ഒരു കരീസ്മെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. എത്ര നേരം ഓടിച്ചു. എൻ്റെ അടുത്ത് ബാബുവേട്ടൻ 2 പ്രാവശ്യം ചോദിച്ചു, മാറി ഓടിക്കണം. ഞാൻ വേണ്ട, ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അതാ കേട്ടോ പണ്ടത്തെ വണ്ടികളുടെയൊക്കെ ഒരു ലെഗസിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ആ ക്വാളിറ്റിയും, ഇതാണ് ആ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ ഇരിക്കണത്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ, കണ്ടോട്ടാ. കരീസ്മയുടെ ടോപ്പ് സ്പീഡാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും +120 കിട്ടാ, ഒരു 130 വരെയൊക്കെ പിടിക്കാം. സ്റ്റിൽ ലെജൻഡ്. ഇത് ഇറക്കമാണ്. ഓലെ വേണ്ട, പഴയ വണ്ടിയാണെങ്കിലും സാധനം ഉഷാറ്. അതിസാഹസികമായി അണ്ണൻ അരെ വാ, ഓ സൂപ്പർ. കൊല്ലമാസ് ഓക്കെ. സോ യെസ്, എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. സമയം 2:15 എന്തോ ആയെന്ന് തോന്നുന്നു കേട്ടോ. ആൻഡ് ഇറ്റ്സ് ടൈം ടു ഗോ ഹോം. ഞാൻ ബാബുവേട്ടനൊപ്പം ഞാൻ തിരിച്ച് 790 കയറി. ബാബുവേട്ടൻ തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പോൾ പോണ വഴി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റൈഡ് ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. എല്ലാ വണ്ടിയും നമുക്ക് ഓടിക്കാൻ പറ്റി, കൊള്ളായിരുന്നു പരിപാടി. സോ ഇനിയും ഇങ്ങനത്തെ വ്ളോഗുകൾ നമുക്ക് ചെയ്യാം ആൻഡ് കാണാം. യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ അവസരം മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.